എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ബിജിൻ. ഞാൻ ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഹിജാമ എന്ന പൗരാണിക ചികിത്സാ രീതിയിൽ നമ്മുടെ പാരമ്പര്യമായ ചികിത്സാ രീതികളും തമ്മിലുള്ള ഒരു അഗാധമായ ഒരു ബന്ധത്തെക്കുറിച്ചാണ്. എല്ലാത്തരം വേദനകൾക്കും ഫിസിയോളജിക്കൽ ആൻഡ് ആക്സിഡന്റൽ ആയിട്ടുള്ള എല്ലാ കണ്ടീഷൻസിനും നമുക്ക് വളരെ വേഗം ഫലം ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് ഹിജാമ. അത് പ്രധാനമായിട്ട് പ്രവാചകൻ മുഹമ്മദ് നബി വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഫലപ്രദമായ ഒരു ചികിത്സയായിട്ട് അംഗീകരിച്ചതും വിശേഷിപ്പിച്ചതും അതുപോലെ തന്നെ അന്നത്തെ ഒരു ജനസമൂഹത്തിനിടയിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളതുമായ ഒരു ചികിത്സാ രീതിയാണ് ഹിജാമ. ലഭ്യമായ ചരിത്ര രേഖകൾ പ്രകാരം നവീന ശിലായുഗ കാലഘട്ടം മുതൽ തന്നെ ഹിജാമ ചെയ്തിരുന്നതായിട്ട് അറിവുണ്ട്. ആയുർവേദ സിദ്ധ ചികിത്സകളിൽ ഇതിനെ രക്തമോക്ഷ ചികിത്സ എന്ന് അറിയപ്പെടുന്നു. നമ്മുടെ ഇന്നത്തെ ഹിജാമ എന്ന വിഷയത്തിലെ ചർച്ചയിൽ നമ്മോടൊപ്പം ഉള്ളത് ഞാൻ അറിയപ്പെടുന്നു. സ്വദേശം കടക്കലാണ്. പാരമ്പര്യ ഹിജാമ ചികിത്സകനാണ്. 2 വർഷത്തോളമായി ഈ മേഖലയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സർട്ടിഫൈഡ് ആയുർവേദ പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് കൂടിയാണ്. നമസ്കാരം, എൻ്റെ പേര് സീമോൻ. ഞാൻ തെറാപ്പിസ്റ്റാണ്. അതുപോലെ തന്നെ ഹിജാമ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സാറിൻ്റെ അടുത്തുനിന്നാണ് ഞാൻ ഹിജാമ പഠിച്ചത്. മൈഗ്രെയിൻ, സോൺസ്ലോസിസ്, അതേപോലെ തന്നെ വയറിൽ വരുന്നതും അൾസറുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ജോയിന്റ് പെയിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കോളിയോസിസ് തൊട്ട് ഷോൾഡർ പെയിൻ, അതുപോലെ തന്നെ മുട്ടുവേദനകൾ, സന്ധിവേദനകളെല്ലാം നമ്മൾ സർവിക്കൽ സ്പോണ്ടിലോസിസ് തുടങ്ങിയ എല്ലാ അസുഖങ്ങൾക്കും ഹിജാമയിലൂടെ വിവാഹങ്ങളിൽ ബന്ധപ്പെട്ടുള്ള ലിവർ ഫിറോസിസ്, അതേപോലെ തന്നെ സ്ത്രീകളിൽ വരുന്ന അസുഖങ്ങളായ PCOD തുടങ്ങിയ അസുഖങ്ങൾക്കും നമുക്ക് ഹിജാമ പോലും നല്ല രീതിയിലുള്ള ചികിത്സ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് അതേപോലെ തന്നെ പറഞ്ഞു വരുമ്പോൾ ചികിത്സാ രീതികൾ വേറെ വരുമ്പോൾ ജോയിന്റ് പെയിൻ, സയാറ്റിക് പെയിൻ, വെരിക്കോസ് തുടങ്ങിയ അസുഖങ്ങൾക്കും നമുക്ക് ചികിത്സാ രീതികൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കാർഡിയാക് അറസ്റ്റ്, സ്ട്രോക്കുകൾ, അതേപോലെയുള്ള അസുഖങ്ങൾക്ക് നമുക്ക് മികച്ച രീതിയിലുള്ള റിസൾട്ടുകൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിതശൈലി അപാകമായി പ്രത്യേകമായിട്ട് കണ്ടുവരുന്ന അമിതമായ ശരീരോഷ്ണം, വിട്ടുമാറാത്ത ക്ഷീണം, അതുപോലെ തന്നെ പ്രത്യേകമായ ചില സമയങ്ങളിൽ, അതായത് ഉച്ചയ്ക്ക് മുൻപും ഉച്ചഭക്ഷണത്തിന് ശേഷം ഉണ്ടാകുന്നതും സൂര്യാസ്തമയത്തോടടുത്തും അസ്തമയത്തിന് ശേഷവും ഉണ്ടാകുന്നതും, അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിന് ശേഷം ഉണ്ടാകുന്നതായ ക്ഷീണം, കിതപ്പ്, അതുപോലെ കുട്ടികളിലും കൗമാരക്കാരിലും ഉൾപ്പെടെ കണ്ടുവരുന്ന തളർച്ച, മടി, ഉത്സാഹമില്ലായ്മ, പഠനത്തിലുണ്ടാകുന്ന ശ്രദ്ധക്കുറവ്, ഓർമ്മശക്തിയും മനനശേഷിയും കുറയുക, അതുപോലെ തന്നെ ഇന്ന് പൊതുവായിട്ട് ചെറുപ്പക്കാരും കുട്ടികളും ഉൾപ്പെടെ കുഴഞ്ഞുകൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്നതിന് പിന്നിലെ യഥാർത്ഥ രോഗകാരണങ്ങളായ പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ, ന്യൂറോളജിക്കൽ പോസ്റ്ററൽ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ സിൻഡ്രോം, ന്യൂറോ പോസ്റ്ററൽ ഓർത്തോസ്റ്റാറ്റിക് ടെക്കിക്കാർഡിയ സിൻഡ്രോം, അപ്പൊ ഇങ്ങനെയുള്ള നിരവധി പൗരാണികവും അല്ലെങ്കിൽ പരമ്പരാഗതവും ആധുനികവുമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ഹിജാമ ഏറ്റവും ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ്. 2017-2018 കാലഘട്ടത്തിൽ ഇത്തരം ഒരു സാമൂഹിക ദുരന്തത്തെക്കുറിച്ച്, അതായത് ആൾക്കാർ കൊഴിഞ്ഞുകൊണ്ട് മരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച്, അത് വരാൻ പോകുന്നത് ഞാൻ മുന്നറിയിപ്പ് നൽകിയപ്പോൾ പലരും ചോദ്യം ചെയ്യുകയും പുച്ഛിക്കുകയും ജനങ്ങളെ ഭയപ്പെടുത്തി ചികിത്സിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടുള്ള ഒരു അടവാണ് എന്നൊക്കെ ആക്ഷേപിക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ പോലും പ്രതീക്ഷ വയ്ക്കാതെയാണ് കോവിഡ് പാൻഡമിക്കും വാക്സിനും എല്ലാം 2019 ഡിസംബർ മുതൽ തുടങ്ങിയത്. ഇതെന്ന് പറയുന്നത് ഒരു കുനുമൽ കുരു പോലെ, അല്ലെങ്കിൽ ഒരു വളരെ അവസ്ഥകളെ 2017-18 ഞാൻ മുന്നറിയിപ്പ് നൽകിയ അവസ്ഥകളെ അധികം ഗുരുതരമാക്കുന്ന ഒരു കാര്യമാണ് കോവിഡിലൂടെ സംഭവിച്ചത്. ഇന്ന് പഠനം കുഴഞ്ഞുകൊണ്ടുള്ള പഠനങ്ങൾക്ക് മുന്നിൽ കോവിഡും വാക്സിനും ആണ് എന്ന് പറയാറുണ്ട്. പക്ഷെ 2017-18 ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ പോകുന്നു എന്ന് മുന്നറിയിപ്പ് നൽകുമ്പോൾ കോവിഡോ വാക്സിനോ പാൻഡമിക്കോ ഒന്നും ചിത്രത്തിൽ തന്നെ ഇല്ല. കോവിഡ് വാക്സിൻ എടുത്ത ആൾക്കാരെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അപ്പൊ ഈ 2019 മുൻപ് തന്നെ, കോവിഡിന് മുൻപ് തന്നെ ഇത്തരം ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ, ലോകത്ത് ഉൾത്തിരിഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അത്തരം ഒരു മുന്നറിയിപ്പ് ഞാൻ അന്ന് എന്റെ FB പോസ്റ്റുകളിലൂടെയും ഓരോ വീഡിയോകളിലൂടെയൊക്കെ ഞാൻ ചെയ്തത്. 2017 തന്നെ പൊതുജനാരോഗ്യ രംഗത്ത് എടുത്തിരുന്ന ഇത്തരം ഒരു അപകടാവസ്ഥയുടെ ഫലങ്ങൾ 2020-21 കൂടിയാണ് ശരിക്കും പ്രത്യക്ഷമാകാൻ തുടങ്ങി. കോവിഡ് വാക്സിൻ നമുക്ക് ഇതൊരു അടിയന്തരാവസ്ഥയായിട്ട് മാറ്റുകയാണ് ചെയ്തത്. ഒരു അപകടാവസ്ഥയുടെ അടിയന്തരാവസ്ഥയായിട്ട് മാറ്റുകയാണ് ചെയ്തത്. കൊറോണയുള്ളതുമായിട്ടുള്ള മരണങ്ങൾ ചെറുപ്പക്കാരിൽ
കുട്ടികളിലും ഉൾപ്പെടെ കുട്ടികളിൽ വ്യാപകം 2021 കൂടിയൊക്കെയാണ്. 2023-24 ആയപ്പോൾ 100 വീടുകളെടുത്തുണ്ട്. അത് ഒരാളെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, കുഴഞ്ഞു വീണ് മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ 100 വീടുകളിൽ ഒരാളാണെങ്കിൽ ഇനി അത് വരും വർഷങ്ങളിൽ ഉണ്ടാവും. അത് 10 പേരിൽ ഒരാളായിട്ടും 5 പേരിൽ ഒരാളായിട്ടും വർദ്ധിക്കും. ഒരു വീട്ടിൽ ഒരാളെന്നുള്ള നിലയിലേക്ക് അത് വർദ്ധിക്കും. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ആള് തിരിച്ച് വീട്ടിലെത്തുമോ, വൈകുന്നേരം കിടന്നുറങ്ങുന്ന ആള് രാവിലെ എഴുന്നേൽക്കുമോ എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും. പക്ഷെ ഒരു പൊതുസമൂഹത്തിന് ഒരു ധാരണ ഇല്ലാത്ത ഒരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പൊതുസമൂഹത്തിന് ധാരണ ഇല്ലാത്ത കാര്യങ്ങളുണ്ട്. കാരണം ഇന്ന് എല്ലാവരും ആശ്രയിക്കുന്ന മോഡേൺ മെഡിസിൻ ഈ രോഗങ്ങളുടെ ഇപ്പൊ പോസ്റ്റൽ ഹൈപ്പർടെൻഷൻ എന്ന ന്യൂറോ പോസ്റ്റൽ ഹൈപ്പർടെൻഷൻ സിൻഡ്രോം എന്നും ന്യൂറോ പോസ്റ്റൽ ഓർത്തോസ്റ്റാറ്റിക് ടെക്കിക്കാർഡിയ സിൻഡ്രോം എന്നൊക്കെ പേരിട്ടത് അവർ തന്നെയാണെങ്കിലും അവർക്ക് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഡയഗ്നോസിംഗ് മെത്തേഡുകളോ അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്താൽ തന്നെ അതിന്റെ ശരിയായ ചികിത്സാ രീതികളോ ഒന്നും അവരുടെ കയ്യിലില്ല. വൈറ്റമിൻ B12 ആണ് നിലവിൽ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 99% രോഗം ഐഡന്റിഫൈ ചെയ്യാറില്ല. ഇത് ചെയ്താൽ തന്നെ വൈറ്റമിൻ B12 കൊടുക്കൽ മാത്രമാണ് നിലവിൽ അവരുടെ കയ്യിലുള്ള ചികിത്സാ രീതി എന്ന് പറയുന്നത്. ഇനി ഒരുപാട് സിംറ്റംസുമായിട്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? അവര് ആൻസൈറ്റിയാണ്, തോന്നലാണ്, പാനിക് അറ്റാക്ക് ആണ് എന്നെല്ലാം പറഞ്ഞ് നിസ്സാരവൽക്കരിച്ച് തിരിച്ച് വീട്ടിലേക്ക് വിടും. നമ്മൾ അത്രയും പേരെ കൊണ്ട് എത്രയോ വാർത്തകൾ നമ്മൾ വായിച്ചു. തലേ ദിവസവും അതിന്റെ തലേ ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ പോയി നെഞ്ചുവേദനയ്ക്ക് സമാനമായിട്ടുള്ള ലക്ഷണങ്ങളുമായി ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് രോഗങ്ങളൊന്നുമില്ല, തോന്നലാണ് എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടിട്ട് വീട്ടിൽ വന്ന് കുഴഞ്ഞുകൊണ്ട് തിരിച്ചു വരും. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പോസ്റ്റൽ ഹൈപ്പർടെൻഷൻ, 2 ന്യൂറോ പോസ്റ്റൽ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ സിൻഡ്രോം മീൻസ് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഡിസീസസ്. അതുപോലെ ന്യൂറോ പോസ്റ്റൽ ടെക്കിക്കാർഡിയ സിൻഡ്രോം. 3 രോഗങ്ങളാണ് ജനങ്ങളിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നതിന് വേണ്ടിയുള്ള യഥാർത്ഥ കാരണങ്ങൾ എന്ന് പറയുന്നത്. ഞാനിപ്പോ പറഞ്ഞതിനകത്ത് ആൻസൈറ്റി ഡിപ്രഷൻ എടുത്തു പറഞ്ഞു. അപ്പൊ ആൻസൈറ്റി ഡിപ്രഷനുകൾക്ക് എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾക്ക് പിന്നിൽ പലരും പറയുന്നത് പോലെ ആൻസൈറ്റിയോ ഡിപ്രഷനോ പാനിക് അറ്റാക്കോ അല്ലാതെ തികച്ചും ഒരു ഫിസിയോളജിക്കൽ കണ്ടീഷൻ ആണ്, അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ഡിസീസ് കാരണമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നമാണ്. എന്നാൽ ഇത് അവതരിപ്പിക്കുന്ന പാനിക്കായിട്ടും ഉണ്ടാകുന്നതല്ല. ഒരു രോഗിയെ സംബന്ധിച്ച് അവന് പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ചില സിംറ്റംസ് എല്ലായ്പ്പോഴും ക്ഷീണം അനുഭവപ്പെടുക, പ്രത്യേകിച്ച് സൂര്യാസ്തമയത്തിന് മുമ്പും അല്ലെങ്കിൽ ശേഷം, ഉച്ചഭക്ഷണത്തിന് മുമ്പ് ശേഷമുള്ള സമയങ്ങളിൽ, ലൈംഗികബന്ധത്തിന് മുമ്പ് ശേഷമുള്ള, നിങ്ങളിപ്പോ വിവാഹം കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ സ്വയംഭോഗത്തിന് ശേഷം നന്നായിട്ട് കിതപ്പും ക്ഷീണവും ഒക്കെ അനുഭവപ്പെടുക, ഒരു പണിയെടുക്കാൻ കഴിയാതിരിക്കുക, കുട്ടികളാണെങ്കിൽ പഠിക്കാൻ കഴിയാതിരിക്കുക, ഓരോ കാര്യങ്ങളിൽ എപ്പോഴും നാളത്തേക്കും പിന്നീടത്തേക്ക് മാറ്റി കൊണ്ടുപോവുക, ഒന്നിന് മറ്റുള്ളവരോട് തന്നെ മടിയെന്നും ഉത്സാഹമില്ലായ്മയെന്നും ഒക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു ഇത്തരം സിംറ്റംസ്. അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻ, കിതപ്പ് നന്നായിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഭക്ഷണം, വിശപ്പുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥ, അമിതമായി ദാഹം അനുഭവപ്പെടുക. കാരണം പോസ്റ്റൽ ഹൈപ്പർടെൻഷൻ ഈ 3 രോഗങ്ങൾ ഉള്ളവരിലും ശരീരം നന്നായിട്ട് ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി വെള്ളം എടുക്കും. അപ്പൊ എത്ര വെള്ളം കുടിച്ചു കഴിഞ്ഞാലും വീണ്ടും നമുക്ക് ദാഹം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അത് ശരീരത്തിന്റെ ഒരു ടോളറേഷൻ മെക്കാനിസം അവിടെ ഫംഗ്ഷൻ ചെയ്യുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതൊക്കെ തിരിച്ചറിയപ്പെടാതെ എന്ത് ചെയ്യുന്നു? പാനിക്കാണ്, ആൻസൈറ്റിയാണ്, തോന്നലാണ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചുവിടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്രായം അധികം ഇല്ലാത്ത കുട്ടികള് ഈ ബൈക്ക് യാത്ര ചെയ്തിട്ട് പെട്ടെന്ന് ആക്സിഡന്റ് ആയി മരിക്കുന്ന ഒരു വാർത്ത ഈ അടുത്ത കാലത്തൊക്കെ ഇങ്ങനെ കേൾക്കുന്നു. അപ്പൊ അത് ആരോഗ്യ പ്രശ്നം കൊണ്ട് ആണെന്നുള്ള ഒരു തിരിച്ചറിവില്ലാതെ ഈ ആക്സിഡന്റ് അവര് അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നുള്ള രീതിക്കാണ് അത് വന്നത്. പക്ഷെ അതിനെക്കുറിച്ച് ആരും പ്രത്യേകിച്ച് അന്വേഷിക്കാനോ അതിനെക്കുറിച്ച് ഒരു വിലയിരുത്തി അതൊരു ചികിത്സാ സംബന്ധമായ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പഠനം ആരും നടത്തിയിട്ടില്ല. ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർമാര് ഡ്രൈവിംഗ് സീറ്റിൽ കുഴഞ്ഞുകൊണ്ട് മരിച്ചു. KSRTC ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവർമാർ കുഴഞ്ഞുകൊണ്ട് മരിച്ചു. സ്വന്തം വാഹനം ഡ്രൈവ് ചെയ്ത് പ്രൈവറ്റ് വാഹനങ്ങൾ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നവർ കുഴഞ്ഞുകൊണ്ട് മരിച്ചു. പലരും വണ്ടി ഭാഗ്യവാന്മാർ ചടഞ്ഞടഞ്ഞ് മരിക്കാതെ സ്വന്തം ശരീരം അതുപോലെ ഇരുന്ന് മരിച്ചവരാണ്. വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തി വണ്ടി ചേർത്തിരുന്ന് മരിച്ചത്. 2-3 ദിവസം കഴിയുമ്പോഴായിരിക്കും നാട്ടുകാരെ ഒരു വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും അതിനകത്തൊരാൾ മരിച്ചിരിക്കുന്നു. ഭാര്യയോടൊപ്പം കിടന്നുറങ്ങി രാവിലെ എന്ത് ചെയ്യുന്നു? മരിച്ചു കിടക്കുന്നു. ജോലി സ്ഥലങ്ങളിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകർ കുഴഞ്ഞു വീണ് മരിക്കുന്നു. സ്റ്റേജിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നവർ കുഴഞ്ഞു വീണ് മരിക്കുന്നു.
ഗാനമേളയ്ക്കിടയിൽ, ഡാൻസിനിടയിൽ ഇനി എക്സസൈസിന്റെ കുറവാണെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ ജിമ്മുകളിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 900-ഓളം വേൾഡ് എ ക്ലാസ് അത്ലറ്റുകളാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. അവരോട് ഞങ്ങൾ പറയുവാണെങ്കിൽ അതുപോലെ തന്നെ വിവിധ യൂറോപ്യൻ ക്ലബുകളിലേക്ക് അവസാനക്കാരെ അവർക്ക് ഓരോ പ്ലേയേഴ്സിന്റെയും കൂടെ ഒരു ഫിസിക്കൽ ടീം തന്നെ ഉണ്ടാവും. ഡോക്ടേഴ്സിന്റെ ഒരു ടീം തന്നെ ഉണ്ടാവും. ഇത്രയും പേര് ഉണ്ടായിട്ടും രാവിലെ വൈകുന്നേരം ചെക്കപ്പുകൾ, അതുപോലെ തന്നെ അവരുടെ ഡയറ്റീഷ്യന്റെ നിർദ്ദേശപ്രകാരമുള്ള ഫുഡ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്ത് ചെയ്യുന്നത്, ഈ കുഴഞ്ഞുള്ള വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വർഷം മരിച്ച ഒരാളാണ് പുന്നൂർ രാജ്കുമാർ, കന്നഡ സൂപ്പർ സ്റ്റാർ. അദ്ദേഹത്തിന് കൂടെ 2 ഡോക്ടേഴ്സ് എല്ലാ സമയത്തും ഒരു ഫിസിക്കൽ ടീം ഫുള്ളായിട്ടുണ്ടായിരുന്നതാണ്. കൃത്യമായിട്ട് എല്ലാ ചെക്കപ്പുകളും നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷെ അത് വിളിച്ചു. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ രോഗം തിരിച്ചറിയപ്പെടാതെയും അതിനെ തിരിച്ചറിഞ്ഞാൽ തന്നെ അത് ചികിത്സിക്കപ്പെടാതെയും പോവുക. അതുപോലെ തന്നെ നമ്മുടെ ഈ അടുത്ത 2 ആഴ്ച മുമ്പ് ഒരു ചികിത്സയ്ക്ക് വന്ന ഒരു പയ്യൻ ഇതേപോലെ നഗരത്തിലെ തന്നെ പ്രധാനപ്പെട്ട പല ഹോസ്പിറ്റലിലും പോയിട്ട് ഇന്ന പ്രശ്നമാണ് എനിക്കെന്ന് പറയുകയുണ്ടായി. അപ്പൊ അത് മാനസികമായിട്ടുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് പുള്ളി അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞ കാലഘട്ടം മുതൽ തന്നെ ഞാൻ എഴുതുകയും പറയുകയും ചെയ്യുന്നത് കൊണ്ട് ഇത്തരം സിംറ്റംസ് എന്നെ വായിക്കുന്നവർക്ക് അറിയാം. അവരെ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരും. ഈ അവർ പറഞ്ഞിട്ടുള്ള റെഫർ ചെയ്തിട്ടുള്ള പേഷ്യൻസും വരും. ഇപ്പൊ ഇവിടെ തന്നെയുണ്ട്. ആഴ്ചയിൽ 1-2 തവണ പോയി നെഞ്ചിലോ പ്രോളം വന്നിട്ട് പോയി ECG എടുത്തിട്ട് കുഴപ്പമില്ലാന്നില്ലാന്ന് പറഞ്ഞ് തിരിച്ചുവിട്ട കേസുകൾ. ഇവിടെ തന്നെ നമ്മൾ 100ഓളം പേഷ്യൻസ്, ഇപ്പൊ ഈ 3 മാസത്തിലേക്ക് 100ഓളം പേഷ്യൻസിനെ ഞങ്ങൾ ഈ ന്യൂറോപോർട്സുമായിട്ട് ഞങ്ങൾ ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്കൊരു ആദ്യത്തെ വന്ന ഒരു സിറ്റിംഗിൽ തന്നെ പുള്ളിക്കാരന്റെ ആ പ്രശ്നം ഈ വർഷങ്ങളായിട്ട് പലയിടത്തും പോയി മാറാത്ത ആ പ്രശ്നം ഇത്രയും ECG ഉണ്ടെന്നല്ല, ECG ബ്രാസിലുണ്ട് എന്നാണ് പറഞ്ഞത്. കൊണ്ടുവരാൻ വേണ്ടിയാക്കാന്നത് ചെയ്യാത്ത റിപ്പോർട്ടുകളില്ല. അത്രയും അവരെ പിന്നെ ഈ പ്രശ്നമേ അവരെ അംഗീകരിക്കാതെ പറഞ്ഞയക്കുന്നു. നിന്റെ മാനസികമെല്ലാം തെറ്റിയതുകൊണ്ടാണ് നിനക്കിത് തോന്നുന്നേ. മാത്രമല്ല 2018 ശേഷം എല്ലാവിധ ഇൻഫ്ലമേറ്ററി രോഗങ്ങളിലും, അതായത് അമിതവണ്ണം, മെറ്റബോളിക് അസിഡോസിസ്, ഹൈപ്പർ അസിഡീമിയ, ഫൈബ്രോമയാൾജിയ, ലിവർ, കിഡ്നി, ലങ്സ് രോഗങ്ങൾ, പ്രത്യേകിച്ച് അലർജി, ആസ്മ രോഗങ്ങൾ, പിന്നെ സോറിയാറ്റിക് രോഗങ്ങൾ, ഹൃദയസ്തംഭനം പോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങൾ സ്തംഭിക്കും. അതുപോലെ പക്ഷെ പലർക്കും അറിയില്ല. പാൻക്രിയാസ് സ്തംഭിക്കും, ലങ്സ് സ്തംഭിക്കും, കരൾ സ്തംഭിക്കും. കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിവർ അറസ്റ്റ് ഉണ്ടാവും. അങ്ങനെ മറ്റുള്ള വിഷയത്തിൽ അവയവങ്ങളും ഓർഗൻ സിസ്റ്റങ്ങളും ഹൃദയസ്തംഭനം ഉണ്ടാകുന്ന പോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഈ കിഡ്നി, അതുപോലെ സ്ട്രോക്ക് പേഷ്യൻസിന്റെ എണ്ണത്തില് ഈ കഴിഞ്ഞ ഒരു 7 വർഷത്തിനിടയിലുണ്ടായ കുതിച്ചുകാട്ടം എന്ന് പറയുന്നത് അതിഭയാനകമാണ്. ഒരു കുതിച്ച് കയറ്റമാണ്. നമ്മുടെ അപ്പം എന്താണ് ഇതിനുള്ള പരിഹാരങ്ങളുണ്ടോ? നമുക്കുണ്ട്. നല്ല കൃത്യമായിട്ടുള്ള ചികിത്സയിൽ കൂടെ നമുക്ക് നല്ല പരിഹാരമുണ്ട്. അപ്പൊ ഇതില് പറഞ്ഞതിന്റെ അകത്തുള്ള ആ ഒരു കണക്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇൻഫ്ലമേഷനെ കുറിച്ചോ ഇൻഫ്ലമേഷൻ ശരീരത്തിൽ ഉണ്ടാക്കുന്ന രോഗത്തെ കുറിച്ചുള്ള ഒരു അറിവോ അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത അജ്ഞത കൊണ്ടോ ഈ മോഡേൺ മെഡിസിനിലുള്ള ആൾക്കാർക്ക് ഈ രോഗത്തെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരിൽ അവരെ അസുഖം കൃത്യമായിട്ട് കണ്ടെത്താതെ തിരിച്ചുവിടുന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം. എന്നാൽ ആയുർവേദവും അതുപോലെ തന്നെ പരമ്പരാഗത ചികിത്സാ രീതികളും ഇൻഫെക്ഷനും അതുപോലെ തന്നെ മിനറൽ ഇംബാലൻസും ഇമോഷണൽ ആൻഡ് എൻവയോൺമെന്റൽ റീസണിങ്ങിനൊപ്പം ഇൻഫ്ലമേഷന് രോഗത്തിന്റെ മുഖ്യ കാരണമായിട്ട് കണക്കാക്കുന്നുണ്ട്. അതായത് ആയുർവേദത്തിലെ എല്ലാ ചികിത്സകളും, പ്രത്യേകിച്ച് ആയുർവേദത്തിലെ പ്രധാന ചികിത്സയാണല്ലോ പഞ്ചകർമ്മ എന്ന് പറയുന്നത്. വമനം, വിരേചനം, വസ്തി, നസ്യം, രക്തമോക്ഷം. ഈ 5 ചികിത്സകൾ ഉപയോഗിച്ചുള്ള ആ ഒരു രീതി ലക്ഷ്യം വഹിക്കുന്നത് ഇൻഫ്ലമേഷനെ ബേസ് ചെയ്തിട്ടാണ്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ആയുർവേദത്തിലെ ഹ്യൂമറസ് തിയറി എന്നറിയപ്പെടുന്ന വാതപിത്ത കഫങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇൻഫ്ലമേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതെ, ഇതെല്ലാം ഇൻഫ്ലമേഷനെ തന്നെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ 3 പോയിന്റ്സ് എന്ന് പറയുന്നത്. അതിനെ കൃത്യമായിട്ട് പഠിക്കാനും ചികിത്സയ്ക്ക് ഉപയോഗപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഈ 3 ദോഷങ്ങളായിട്ട് അതിനെ പറഞ്ഞത്. വർഷങ്ങൾക്ക് മുമ്പുള്ള ശാസ്ത്രമാണെന്നും കൂടെ മനസ്സിലാകും. അതിന് ഇന്ന് ഒരു മോഡേൺ സങ്കല്പത്തില് അതിനെ കൊണ്ടുവന്നത് ഗൗട്ടം എന്ന് പറയുന്ന ഒറ്റ വാക്കാണ്.
ഗൗട്ട് എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ കൂടെ ഈ പറയുന്ന ഇൻഫ്ലമേഷനും അതുമായി അത് സംബന്ധമായ ഇൻഫർമേഷൻ അതെ എല്ലാത്തിനെയും ഗൗട്ട് എന്ന് പറഞ്ഞ് മാത്രം ഒതുക്കി നിർത്തിയാണ്. എന്നാൽ ആയുർവേദത്തില് പരമ്പരാഗത ചികിത്സാ രീതികളിലും വാദത്തെ തന്നെ 80-ൽ പരം വിഭാഗങ്ങളും പിന്നീട് അതിന്റെ നിരവധി ഉപവിഭാഗങ്ങളുമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത്രത്തോളം ഇൻഫർമേഷനെ കുറിച്ചുള്ള സ്റ്റഡിയിൽ പരമ്പരാഗത വൈദ്യശാസ്ത്രങ്ങൾ അത്രയേറെ അഡ്വാൻസ്ഡ് ആണ്. 1910 ഡോക്ടർ ഫിസിയോളജിയിൽ നോബൽ സമ്മാനം കിട്ടിയ ഡോക്ടർ റുഡോൾഫ് ഫുർക്കോയുടെ മരണത്തിന് ശേഷം 1999 വരെ മോഡേൺ മെഡിസിൻ ഇൻഫർമേഷനെ കുറിച്ചുള്ള പഠനങ്ങൾ ഉണ്ടായിട്ടില്ല. ഇന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ ഹെറോൾഡ് ഡോറർ, അതുപോലെ തന്നെ കേംബ്രിഡ്ജിലാണെന്ന് തോന്നുന്നു ഡോക്ടർ യൂജിൻ ആൻ, ഇവര് രണ്ടുപേരുടെയും നേതൃത്വത്തിൽ 1999 തുടങ്ങിയ ഇൻഫർമേഷനെ കുറിച്ചുള്ള പഠനങ്ങളാണെന്ന് മോഡേൺ മെഡിസിന്റെ വകയായിട്ട് ഗൂഗിളിലൊക്കെ നമുക്ക് തപ്പിയാൽ കിട്ടുന്ന വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പക്ഷെ നമ്മുടെ പരമ്പരാഗത ചികിത്സാ രീതികൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ കൃത്യമായിട്ട് നിരവധി വിഭാഗങ്ങളും അതിന്റെ ഉപവിഭാഗങ്ങളും വെച്ചിട്ടുള്ളതാണ്. കൃത്യമായിട്ട് തരംതിരിക്കുകയും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം ഇതിനൊന്നും എത്തിപ്പെടാൻ പറ്റാതിരിക്കുകയും അതിനെ തന്നെ അങ്ങ് തഴഞ്ഞു മാറ്റി നിർത്തപ്പെടുകയാണ്. അവരുടെ ഒരു പ്രശ്നം പറയുമ്പോൾ തങ്ങൾക്ക് അറിവില്ലെന്ന് സമ്മതിക്കുകയല്ല ചെയ്യുന്നത് അശാസ്ത്രീയമെന്നത്. ഇതെനിക്ക് അറിയില്ലാതെന്ന് സമ്മതിച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഈ വിവരമില്ലായ്മ എന്നുള്ള വാക്കിന്റെ മറ്റൊരു പേരാണ് അശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ. ഒരാൾ സ്വയം അശാസ്ത്രീയമെന്ന് പറയുമ്പോൾ അയാൾ സ്വയം വിവരമില്ലാത്തവരാണെന്ന് ഓർമ്മ സമ്മതിക്കുക. സ്പോർട്സ്, പോസ്റ്റൽ ഹൈപ്പർടെൻഷൻ, ന്യൂറോപോർട്സ്, അതുപോലെ ന്യൂറോപോർട്സ്, ഈ കണ്ടീഷൻസ് എല്ലാം ഉയ്യാടി മർമ്മം, ഇടരിക്കാല മർമ്മം, നിരപ്പൂട്ട് മർമ്മം, അതുപോലെ തന്നെ ചോരതീണ്ട കാലം, ഞങ്ങണാമ്പരുത്ത് മർമ്മം, ഈ മർമ്മസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ് ആണ് ഈ വരുന്ന കണ്ടീഷൻസ് എല്ലാം ഉണ്ടാകാനുള്ള അടിസ്ഥാനമായിട്ടുള്ള കാരണം. കുഴഞ്ഞു വീണ് മരിക്കാൻ സാധ്യതയുള്ള കാരണങ്ങളാണ്. നമുക്കത് സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അതങ്ങനെ അത്ര സിമ്പിൾ അല്ല. ഇത്തരം രോഗാവസ്ഥയിൽ നമുക്ക് ബോൺ സെറ്റിംഗ്, അമരപ്രാണ, മർമ്മ ഇളക്കുമുറകൾ, രക്തമോക്ഷ ചികിത്സാ രീതികളായ ഹിജാമ, ശരീരത്തിലെ ധാതുക്കളെ വർദ്ധിച്ചതിനെ അതിനെ കുറഞ്ഞതിനെ വർദ്ധിപ്പിച്ച് ബാലൻസ് ചെയ്തു കൃത്യമായ കാർഡിയാക് ആൻഡ് ന്യൂറോ എക്സസൈസുകളിലൂടെ പൂർണ്ണമായും ഫലപ്രദമായും ഭേദമാക്കാൻ കഴിയും. ബോൺ സെറ്റിംഗ്, പ്രാക്ടീഷനിങ്, അതേപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ ഓർത്തോ സ്പെഷ്യാലിറ്റി, അതേപോലെ യൂറോപ്പ്, അമേരിക്ക ബേസ്ഡ് ഉള്ള എല്ലാ രാജ്യങ്ങളിലും ഇതിപ്പോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാം ഉത്ഭവം തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് കളരി മർമ്മ ചികിത്സയിൽ നിന്നാണ് വന്നതെന്നുള്ളത് ആൾക്കാർക്ക് അറിയില്ല. പക്ഷെ ഇതിന്റെയൊക്കെ ഉത്ഭവം ഇവിടെ നിന്നാണെന്നുള്ളത് അറിയാതെ തന്നെ യൂറോപ്പ്, അമേരിക്ക ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഈ പേരുകളിൽ. എന്താണ് ഹിജാമയുടെ ശാസ്ത്രം? എന്തുകൊണ്ടാണ് ആളുകൾ പറയുന്നത് എന്താണ് ഹിജാമയുടെ പോയിന്റ്സുകൾ? എവിടെയാണ് ഈ പോയിന്റ്സുകൾ ചെയ്യുന്നത്? ഇത് ചെയ്താൽ എങ്ങനെയാണ് ഫലപ്രദമാകുന്നത്? അതാണ് മോസ്റ്റ്ലി എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. അതെങ്ങനെയാണ് നമ്മൾ ഇതിന് ആൻസർ ചെയ്യേണ്ടത്? എന്താണ് ഹിജാമയുടെ ശാസ്ത്രം, അല്ലെങ്കിൽ ഹിജാമ ചെയ്യുന്ന പോയിന്റും നമ്മുടെ ശരീരം എന്താണ്, അല്ലെങ്കിൽ ആ പോയിന്റിൽ ഹിജാമ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ രോഗശമനം വരുന്നത്? അപ്പൊ ഇതൊക്കെ ജനങ്ങൾ പൊതുവായിട്ട് ഹിജാമയെ കുറിച്ച് അറിയാത്ത അല്ലെങ്കിൽ വിമർശിക്കുന്നവർ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. വെറുതെ രക്തം കളഞ്ഞാൽ രോഗം മാറുമോ? നമ്മുടെ ആന്തരിക അവയവങ്ങളെയും കവർ ചെയ്ത് ഇതിന്റെ ഒരു സ്കിൻ ലെയർ, അത് സോളിഡ് ഓർഗൻസ് ആണെങ്കിൽ ഒരു ഔട്ടർ എപ്പിത്തീലിയൽ ലെയറുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടിഷ്യൂസ് ഉണ്ട്. ഇനി ഹോൾ ഓർഗൻസ് ആണെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആൻഡ് എൻഡോത്തീലിയൽ ടിഷ്യൂസ് ഉണ്ട്. അപ്പൊ ഓരോ ഓർഗൻസ് അതിന്റെ ഇന്റേണൽ പ്രോസസ് കാരണമായിട്ട് ഉണ്ടാകുന്ന മാലിന്യങ്ങൾ, അതുപോലെ തന്നെ ആ ഓർഗൻസിന്റെ അടിഞ്ഞുകൂടുന്ന അല്ലെങ്കിൽ ആ ഓർഗൻസിന്റെ അത് പിടിച്ചെടുക്കുന്ന, അത് അരിച്ചെടുക്കുന്ന മാലിന്യങ്ങൾ, അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻസ്, അക്യുമുലേറ്റഡ് ടോക്സിൻസ്, ഇതിനെല്ലാം എപ്പിത്തീലിയൽ എൻഡോത്തീലിയൽ സെല്ലുകളോ എവിടത്തേക്ക് കൊടുക്കും? കണക്റ്റീവ് ടിഷ്യൂസിലേക്ക് കൊടുക്കും. കണക്റ്റീവ് ടിഷ്യൂസ് ഈ വേസ്റ്റിനെ ഹൈപ്പോതലമസിലേക്ക് വിടും. ഹൈപ്പോതലമസിൽ നിന്ന് സെഗ്ലാൻസ് ഇതിനെ വീർപ്പിച്ച് പുറത്ത് കളയും. ഇതൊരു അതിന്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ശരീരത്തിന്റെ മാലിന്യ നിർമ്മാർജ്ജന സിസ്റ്റത്തെ, എക്സ്ക്രീറ്ററി സിസ്റ്റത്തെ നമ്മൾ കൃത്രിമമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഹിജാമയിലൂടെ നമ്മുടെ രോഗശമനം നമ്മൾ കണ്ടെത്തുന്നത്. സാധാരണ ഈ ഒരു പ്രോസസ്സിങ്ങനെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഹിജാമ പോയിന്റ്സ് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്കെലിറ്റൻ, ഓർഗൻ സിസ്റ്റം, മസിൽ സിസ്റ്റം, നെർവസ് സിസ്റ്റം, അതുപോലെ തന്നെ
ലിംബാറ്റിക് സിസ്റ്റം, പെരിഫറൽ സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് ഓട്ടോ ഇമ്യൂൺ ന്യൂറോ സിസ്റ്റംസ്, അതുപോലെ തന്നെ ഹൈപ്പാറ്റിക് പോർട്ടൽ വെയിൻ സിസ്റ്റം, ഹൈപ്പോതലാമിക് പോർട്ടൽ വെയിൻ സിസ്റ്റം, റെമൽ പോർട്ടൽ വെയിൻ സിസ്റ്റം, ഇങ്ങനെ ശരീരത്തിലെ മുഴുവൻ സിസ്റ്റങ്ങളും ഓർഗൻസുമായിട്ടും ഓർഗൻ സിസ്റ്റംസുമായിട്ടും മുഴുവൻ ഗ്രന്ഥികളുമായിട്ടും മുഴുവൻ ശരീരഭാഗങ്ങളുമായിട്ടും ബന്ധപ്പെട്ടാണ് ഇതിന്റെ പോയിന്റ് വരുന്നത്. അത് എന്തുകൊണ്ടാണ് ഇപ്പൊ ലിവറിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളൊരു പോയിന്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലിവറിനായി നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള പോയിന്റുകളിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കരളിന്റെ അസുഖം മാറുന്നത്, അല്ലെങ്കിൽ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട അസുഖത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ പോയിന്റിലേക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റിലേക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ രോഗം മാറുന്നത് ഈ ഒരു ശരീരത്തിന്റെ സ്വാഭാവികമായ മെക്കാനിസം കൊണ്ടാണ്. അതായത് എപ്പിത്തീലിയൽ ആൻഡ് എൻഡോത്തീലിയൽ ടിഷ്യൂസ് മാലിന്യങ്ങൾ എന്ത് ചെയ്യുന്നു, കണക്റ്റീവ് ടിഷ്യൂസിലേക്ക് കൊടുക്കുന്നു, കണക്റ്റീവ് ടിഷ്യൂസ് അതിനെ ഹൈപ്പോഡെർമിസിലേക്ക് കൊടുക്കുന്നു, ഹൈപ്പോഡെർമിസിൽ നിന്ന് സെഗ്ലാൻസ് അതിനെ ഉയർപ്പിച്ച് പുറത്തേക്ക് കളയുന്നു. അതുപോലെ കുറേയേറെ രക്തചംക്രമണം ഹൈപ്പോഡെർമിസിലേക്ക് വരുന്നത് കുറേയേറെ രക്തചംക്രമണ വ്യവസ്ഥയുടെ ഭാഗമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, കിഡ്നി വഴിയൊക്കെ മലമൂത്ര വിസർജനത്തിലൂടെയും പുറത്തേക്ക് പോകാറുണ്ട്. മെയിൻലി അത് പുറത്തേക്ക് പോകുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം വഴിയായിട്ടാണ്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിതിൽ രോഗശമനം കണ്ടെത്തുന്നത്. അപ്പൊ അടിസ്ഥാന രോഗകാരണം ഇപ്പൊ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഒരു ബേസിക് ഇമ്മ്യൂൺ റെസ്പോൺസും കൂടിയാണ്. അത് ഇൻഫ്ലമേഷൻ രണ്ട് തരത്തിലുണ്ട്. അക്യൂട്ട് ഇൻഫ്ലമേഷൻ ഉണ്ട്, ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ട്. ഒരു താൽക്കാലികമായ ഒരു കാരണത്തിന്റെ പേരിൽ താൽക്കാലികമായ ഉണ്ടായി ശരീരം അതിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ പ്രശ്നമൊന്നുമില്ല, കഴിഞ്ഞു. അതേസമയം ഒരു താൽക്കാലികമായ കാരണം കൊണ്ടുണ്ടായതാണെങ്കിലും, ഉദാഹരണത്തിന് ഒരാൾ ഒരു മറിഞ്ഞു വീണ് ക്ഷതം പറ്റും, താൽക്കാലികമായ ഒരു റീസൺ ആണ്. പക്ഷെ അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടായി, ചിലപ്പോൾ 50 വർഷം കഴിഞ്ഞായിരിക്കും അതിന്റെ ഉപദ്രവം ഉണ്ടാവുക. ഇനി ഒരു റീസൺ അവിടെ റിമൈൻ ചെയ്യുകയും ശരീരത്തിന് അതിനെ എലിമിനേറ്റ് ചെയ്യാൻ കഴിയാതിരിക്കുകയും ഇത് വീണ്ടും വീണ്ടും ശരീരത്തിന് ഇൻഫ്ലമേഷൻസിനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ശരീരത്തിനെ എലിമിനേറ്റ് ചെയ്യാൻ കഴിയുന്നത് കൂടുതൽ ഇൻഫ്ലമേഷൻ പഴയതും പുതിയതുമായിട്ട് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് അതെന്ത് ചെയ്യും, ക്യാൻസർ ഉൾപ്പെടെയുള്ള അവസ്ഥകളിലേക്ക് വരെ ശരീരത്തെ കൊണ്ടെത്തിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഈ ശരീരത്തിൽ നിന്ന് ഈ ക്രോണിക് ഇൻഫ്ലമേഷൻസിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന ഒരു അത്ഭുതകരമായ ഒരു കാര്യമുണ്ട്. കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി സെല്ലുകൾക്ക് WBC, ലിംഫോസൈറ്റ്സ്, മോണോസൈറ്റ്സ്, ബസോഫിൽസ്, ന്യൂട്രോഫിൽസ്, ഇങ്ങനെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഈ സെല്ലുകൾക്ക്, അത് പ്രത്യേകിച്ച് മൈക്രോബയോസിനും മോണോസൈറ്റുകൾക്കും ഈ രോഗകാരണമായിട്ടുള്ള അല്ലെങ്കിൽ രോഗത്തിന്റെ റൂട്ട് കോസുകളെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാനും അതിന്റെ മറ്റ് ലിംഫോസൈറ്റ്സിനും ഒക്കെ അതിന്റെ കൂടുതൽ ഭംഗിയായിട്ട് പ്രവർത്തിച്ച് ആ രോഗശമനത്തിന് കൂടുതൽ സഹായകരമായിട്ട് വർത്തിക്കാനും സാധിക്കും. അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഫ്ലമേഷനെ നമ്മൾ ഈ ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് ഇൻഫ്ലമേഷനെ നീക്കം ചെയ്യുകയും അതോടൊപ്പം തന്നെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ നമ്മൾ കൂടുതൽ സ്വന്തമായിട്ട് കൂടുതൽ ശക്തമായിട്ട് പ്രവർത്തിക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്യുകയാണ് നമ്മൾ ജാമയിലൂടെ ചെയ്യുന്നത്. ഇതാണ് എന്റെ സയൻസ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയത് ഇൻഫ്ലമേഷനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1999 ശേഷമാണ് മോഡേൺ മെഡിസിൻ ഇൻഫ്ലമേഷനെ കുറിച്ച് ഒരു ശാസ്ത്രീയമായ പഠനം ആരംഭിച്ചത്. അതിനു മുമ്പുള്ള പഠനങ്ങൾ പരമ്പരാഗത വൈദ്യശാസ്ത്രങ്ങൾ എന്നുള്ള പഠനങ്ങൾ മാത്രമേ അവരുടെയുള്ളൂ. പരമ്പരാഗത വൈദ്യശാസ്ത്രങ്ങളുടെ അടിസ്ഥാനം തന്നെ 5 രോഗകാരണങ്ങളെ കുറിച്ച് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ ഇൻഫ്ലമേഷനാണ്. നേരത്തെ സാർ പറഞ്ഞു, പഞ്ചകർമ്മ എന്ന് പറയുന്ന ചികിത്സാ രീതി അതിന്റെ ഫണ്ടമെന്റൽസ് അതിന്റെ പ്രാക്ടിക്കലായാലും തിയറിറ്റിക്കലായിരുന്നാലും അത് കംപ്ലീറ്റ് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോട്ടോക്കോളാണ്. അപ്പൊ ഇനി രക്തദാനം ചെയ്തു കഴിഞ്ഞാൽ അതല്ലേ കൂടുതൽ നല്ലത്, ഹിജാമ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്കുണ്ടോ? നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ മറുപടി നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഇപ്പോ ഒരാളുടെ മുട്ടുവേദനയ്ക്ക് രക്തദാനം ചെയ്ത മുട്ടുവേദന മാറും, ഹിജാമ ചെയ്ത മാറും. നടുവേദന രക്തദാനം ചെയ്താൽ മാറില്ല, ഹിജാമ ചെയ്ത മാറും. ഫാറ്റി ലിവർ രക്തദാനം ചെയ്താൽ മാറില്ല, ഹിജാമ ചെയ്താൽ മാറും. ഫാറ്റി ലിവറുടെ രക്തം സ്വീകരിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല, ഈവൻ മാറില്ല, പക്ഷെ ഹിജാമ ചെയ്താൽ മാറും. ഫാറ്റി ലിവറൊക്കെ 4 സിറ്റിംഗ് മുതൽ 6 സിറ്റിംഗ് വരെ കൊണ്ട് ഗ്രേഡ് 1 ഫാറ്റി ലിവർ ക്ലിയർ ചെയ്യാൻ പറ്റും. ലിവർ ഫൈബ്രോസിസ് ആയിരുന്നാലും ലിവർ സിറോസിസ് ആയിരുന്നാലും ലിവർ കാർസിനോമ ആയിരുന്നാലും ഈ ഒരു സിസ്റ്റത്തെ ഏതുതരം ക്യാൻസറുകളെയും, ക്യാൻസർ ഈസ് ആൻ ഇൻഫ്ലമേറ്ററി ഡിസീസ്, ഏതുതരം ക്യാൻസറുകളെയും ഈ പറഞ്ഞ പരമ്പരാഗത പ്രോട്ടോകോൾസ് അനുസരിച്ചിട്ട് നമുക്ക് ഫലപ്രദമായിട്ട് നമുക്ക് ചികിത്സ ഭേദമാക്കാൻ പറ്റും. അവരുടെ വെരിക്കോസ് അൾസറുകൾ, ഡയബറ്റിക് രോഗങ്ങൾ, ഇതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പൊ രക്തദാനത്തിലൂടെ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ബ്ലഡിനെയാണ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് കിട്ടുന്നത്. എന്നാൽ ഹിജാമകളിലൂടെ ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ക്രോണിക് ഇൻഫ്ലമേഷൻസിന് 3 ടൈപ്സ് ഓഫ് ഇൻഫ്ലമേഷൻ, അദസീവ്, സെപ്പറേറ്റീവ്, അൾസറേറ്റീവ്. അതിൽ അദസീവ് ഇൻഫ്ലമേഷൻ ഘട്ടത്തിൽ തന്നെ അതിനത് മാറ്റാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടെങ്കിൽ അൾസറേറ്റീവിലേക്കും സെപ്പറേറ്റീവിലേക്കൊക്കെ പോകുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ലിവർ കാർസിനോമയും ലിവർ ഫൈബ്രോയിഡ്സും ലിവർ സിറോസിസും ഒക്കെ ഉണ്ടാകുന്നത്.
നമുക്ക് ഹിജാമയിലൂടെ അതിന്റെ ഏറ്റവും ലോകത്ത് ഏറ്റവും മികച്ച അതിന്റെ ഇൻഫർമേഷന് മെക്കാനിസമാണ് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോളാണ് ഹിജാബ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് ഫലപ്രദമായിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. പക്ഷെ ഒരാൾ രക്തദാനം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, അയാളുടെ മുട്ടുവേദനയോ നടുവേദനയോ കാലുവേദനയോ അല്ലെങ്കിൽ മൈഗ്രെയിനോ ഒന്നും അവർക്ക് മാറത്തില്ല. ഹിജാബ് ചെയ്യുന്നതിലൂടെ ഇപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പ്രായം കുറയ്ക്കുക. ക്രോണോളജിക്കൽ ഏജും ബയോളജിക്കൽ ഏജും ഉണ്ട്. ക്രോണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മോനെ 29 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സ്, 25 വയസ്സാണ്, 25 വയസ്സിന്റെ അപ്പിയറൻസ്, 25 വയസ്സിന്റെ ആരോഗ്യം. ക്രോണോളജിക്കലി ആൻഡ് ബയോളജിക്കലി 25. പക്ഷെ 25 വയസ്സാണ് 35 വയസ്സിന്റെ 45 വയസ്സിന്റെ അപ്പിയറൻസും 45 വയസ്സിന്റെ ആരോഗ്യവും. ബയോളജിക്കലി ആണ് എത്രയായി? 40 വയസ്സ്. അവര് ക്രോണോളജിക്കൽ ഏജ് എന്ന ബയോളജിക്കലി. അതുകൊണ്ടാണ് ഇന്ന് പലരും പ്രായമാകുന്നതിന് മുമ്പ് തന്നെ കുഴഞ്ഞു വീഴുന്നത്. കാരണം പ്രായമാകുന്നതിന് മുമ്പ് തന്നെ അകാല വാർദ്ധക്യം ബാധിച്ചിട്ടാണ് ഈ കുഴഞ്ഞു വീണ് വയ്ക്കുന്നത്. ശരീരത്തിന് വാർദ്ധക്യം എന്ന് പറയുന്നത് പ്രായം വർദ്ധിക്കുന്നതിന്റെ പേരല്ല, ശരീരത്തിന്റെ ഫിസിയോളജിക്കൽ കണ്ടീഷൻസിന് വാർദ്ധക്യം ബാധിക്കുന്നതാണ് ദീർഘകാല വാർദ്ധക്യം എന്ന് പറയുന്നത്. ശരീരത്തിന്റെ രോഗകാരണങ്ങളെയും അടിസ്ഥാന രോഗകാരണങ്ങളെയും ഇല്ലാതാക്കി ശരീരത്തിനെ പൂർണ്ണമായും റിജുവിനേറ്റ് ചെയ്ത് അതിന്റെ ഹെൽത്തിന്റെ ആരോഗ്യത്തിന്റെ ഓപ്റ്റിമൽ ലെവലിലേക്ക് നമുക്ക് ഹിജാമയിലൂടെ ഒരു ശരീരത്തെ നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും. അതിന്റെ യഥാർത്ഥ ആരോഗ്യാവസ്ഥ അതിന് കൃത്യമായിട്ട് ഹിജാമയിലൂടെ നമുക്ക് കൊണ്ടെത്തിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഓരോ തവണ ഹിജാമ ചെയ്യുമ്പോഴും ഒരു പുനരുജ്ജീവനം, ശരീരത്തിന്റെ എന്തെന്നില്ലാത്ത ഒരു ഉണർവും ഉന്മേഷവും ആരോഗ്യവും. സാധാരണ നമ്മൾ എന്തെങ്കിലും രക്തം എടുത്തു കളഞ്ഞാൽ ക്ഷീണിക്കത്തില്ല. ഇത് ഒന്ന് രക്തമല്ല എടുത്ത് കളയുന്നത്, ശരീരത്തിലെ ക്രോണിക് ഇൻഫ്ലമേഷൻസിനെയാണ് എടുത്ത് കളയുന്നത്. രണ്ട്, ഈ ഇൻഫ്ലമേഷൻസ് മാറുമ്പോ രക്തം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് പോലെ ക്ഷീണമല്ല ഉണ്ടാകുന്നത്. അവിടെ ശരീരത്തിന് ട്രീറ്റ്മെന്റിന് മുമ്പ് ഒരു 50 കിലോ ഉയർത്താൻ സാധിക്കുന്നതിന് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു 100 കിലോ ഉയർത്താൻ എന്നെ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസവും ശരീരത്തിൽ ഫ്ലെക്സിബിലിറ്റിയും കൂടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എന്നാണ് ഹിജാമ ചെയ്യേണ്ടത്? എന്നാണ് ഹിജാമയുടെ ദിവസങ്ങൾ, അഥവാ എന്നാണ് നമ്മൾ ഹിജാമ പ്രത്യേകം ചെയ്യേണ്ട രീതികൾ എന്നുള്ളത് വിശദീകരിക്കണം. ചെയ്യുന്നതിന് അതിന് കുറെ കാര്യങ്ങളെ എക്സ്പെക്ട് ചെയ്താണ് നമ്മൾ ഹിജാമ ചെയ്യുന്നത്. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളാണെങ്കിൽ ഹിജാമ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ദിവസങ്ങളും സമയങ്ങളും ഒക്കെ ശ്രേഷ്ഠമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ചന്ദ്രമാസത്തിലെ ലൂണാർ ഡേറ്റിലെ 15, 17, 19, 21 ദിവസങ്ങള് ഹിജാമ ചെയ്യാൻ ഏറ്റവും ബെറ്റർ ഡേയ്സ് ആയിട്ട് പറയപ്പെട്ടിട്ടുണ്ട്. അതിന്റെ സയന്റിഫിക് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് ധാരണയില്ലെങ്കിലും ഇപ്പൊ വേലിയേറ്റം, വേലിയിറക്കം, അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ മരങ്ങൾ മുറിക്കുന്നത്, അതുപോലെ തന്നെ ഇതൊക്കെ വാവ് നോക്കിയിട്ടാണ് മുറിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ രോഗികളുടെ അടുത്ത് നോക്കി കഴിഞ്ഞാലും പ്രത്യേകിച്ച് ആസ്മാറ്റിക് വാദരോഗികളിലൊക്കെ ഈ ദിവസങ്ങളിൽ വാവിന്റെ ദിവസങ്ങളിൽ അവരുടെ പ്രശ്നങ്ങൾ അധികരിക്കുന്നതായിട്ടും ചിലർക്ക് വലിയ ആശ്വാസം കിട്ടുന്നതായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ബോഡിയിലെ ഇൻഫ്ലമേഷന് ഒരുപക്ഷെ മൂണിന്റെ ഗ്രാവിറ്റി അത് കൂടുതൽ ശരീരത്തിന്റെ ഉപരിതലത്തിലേക്ക് പിടിക്കുന്നുണ്ടാവും. അപ്പൊ എന്തായിരുന്നു കടലിന്റെ അളവ് അല്ലെങ്കിൽ ജലത്തിന്റെ എല്ലാ തത്വത്തിന്റെ അളവ് ഈ നാളുകളിൽ ഉയരുന്നത് പോലെ തന്നെ ശരീരത്തിൽ മാറ്റം ഉണ്ടാകാൻ സാധ്യത അതിന്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രാവിറ്റി എന്തുണ്ടാവും, പുറത്തേക്ക് വലിച്ച് വരുന്നുണ്ട്. ശരീരത്തുള്ളത് പലതരം വൈറ്റമിൻസ്, അയൺ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കിടക്കുന്നത് ബ്ലഡിലാകുമ്പോൾ. നേരത്തെ പറഞ്ഞൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഹെമക്രോമറ്റോസിസ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. അതായത് കരളിൽ എലുമ്പ് അമിതമായി അടിഞ്ഞുകൂടിയിട്ടുണ്ടാകുന്ന ഒരവസ്ഥ. അതിന് മോഡേൺ ഫ്ലോബോട്ടമി എന്ന് പറയുന്ന ഒരു രക്തമോക്ഷ ചികിത്സ രീതിയാണ് ചെയ്യുന്നത്. പക്ഷെ അത് ഞരമ്പിൽ കൂടിയാണ് ആ ബ്ലഡ് എടുത്ത് കളയുന്നത്. പക്ഷേ ഈ ഫ്ലോബോട്ടമിക്ക് ഹിജാമ ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതിയാണ്. ഞരമ്പിൽ കൂടി സപ്ലിമെന്ററി ബ്ലഡിനെ എടുത്ത് കളയാതെ ഈ ലിവറിനുള്ളിൽ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ഈ വേസ്റ്റുകൾ, ഇൻഫ്ലമേറ്ററി വേസ്റ്റുകളെ നമുക്ക് ഈ കണക്റ്റീവ് ടിഷ്യൂസിനെയും അതുപോലെ സെന്യാസിന്റെ ആ ഒരു മെക്കാനിസത്തെ ഉപയോഗിച്ച് നമുക്ക് എടുത്ത് കളയാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഫലപ്രദമായിട്ട് ആ രോഗത്തിനെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അപ്പൊ ഹിജാമ ചെയ്യേണ്ട പ്രത്യേകമായ ദിവസങ്ങൾ എന്ന് പറയുന്നത് ലൂണാർ ഡേറ്റ് 15, 17, 19, 21. ചില ഹദീസുകളിൽ 17, 19, 21 എന്നാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹിജാമ ചെയ്യേണ്ട സമയങ്ങൾ പൊതുവായിട്ട് എല്ലാവർക്കും ഏർലി മോർണിംഗ് സൂര്യോദയത്തോടനുബന്ധിച്ച് ഹിജാമ വളരെയേറെ ഫലപ്രദമായിട്ട് നിർദ്ദിഷ്ടമൊക്കെ ചെയ്യുന്ന ഫലപ്രദമായിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില രോഗങ്ങൾക്ക്, ഇപ്പൊ ഹൃദയ സംബന്ധമായ രോഗങ്ങളാണെങ്കിൽ അവർക്ക് പകൽ 11 മണി മുതൽ 1 മണി വരെയുള്ള സമയം കൂടുതൽ ഫലപ്രദമാണ്. കിഡ്നിയെ സംബന്ധിച്ച് വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെയുള്ള സമയം, ലിവർ രോഗികളെ സംബന്ധിച്ച് ഉച്ചയ്ക്ക് 3 മണി മുതൽ 5 മണി വരെയുള്ള സമയവും. അതുപോലെ തന്നെ ഓരോ ഓർഗൻസിനും ഓർഗൻ സിസ്റ്റത്തിനും അനുസരിച്ച് പ്രത്യേക സമയം ഹിജാമ ചെയ്യാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സമയങ്ങളിൽ ആ ഓർഗൻസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് കൂടുതൽ ഫലപ്രദമാണ്. കൂടുതൽ മികച്ച റിസൾട്ട് അതിൽ കൂടി കിട്ടും. ഇനി ചന്ദ്രമാസങ്ങളിലെ ലൂണാർ ഡേറ്റ് 15, 17, 19, 21 കൂടാതെ ആഴ്ചയിൽ തിങ്കൾ, ചൊവ്വ, വ്യാഴം ദിവസങ്ങൾ
ഹിജാമ ഏറ്റവും ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള ദിവസങ്ങളാണ്. വെള്ളി ശനി ഞായർ കോംപ്ലിമെന്ററി നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ബുധനാഴ്ച തീരെ ചെയ്യാൻ പാടില്ലാത്ത ദിവസം. എന്നാൽ യൂണാർട്ടിൽ ബുധനാഴ്ച വരികയാണ്, സ്വാരസ്യം എന്നതിൽ ബുധനാഴ്ച വരികയാണെങ്കിൽ എപ്പോഴും ചെയ്യും. വേനൽക്കാലത്ത് എവിടെ ഹിജാമ ചെയ്യണം, ശൈത്യകാലത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, തലയിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, കാലിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരത്തിൽ ഏതാണ്ട് 150 ഹിജാമ പോയിന്റുകളുണ്ട്. ഈ പോയിന്റുകളിൽ നിന്ന് ഓരോ രോഗങ്ങൾക്കും അനുസരിച്ച് ആവശ്യമായിട്ടുള്ള ആ ഒരു രോഗം ഏത് ഓർഗനുമായിട്ട്, ഓർഗൻ സിസ്റ്റവുമായിട്ട്, അല്ലെങ്കിൽ ശരീരത്തിലെ ഏത് സർക്കുലേറ്ററി സിസ്റ്റവുമായിട്ട്, ഏത് ലിംഫാറ്റിക് സിസ്റ്റത്തിലാണെങ്കിൽ അതിന്റെ ഏതെല്ലാം ഭാഗങ്ങളുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടാണ് ആ രോഗം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ അത് എവിടത്തേക്കെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, സ്പ്രെഡ് ചെയ്യുന്നു, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം കൃത്യമായിട്ട് ഒരാള് എന്ത് ചെയ്യേണ്ടത്, ഹിജാമ ചെയ്യേണ്ടത്. സാർ അതേപോലെ സ്ത്രീകൾക്ക് എന്നാണ് ഹിജാമ ചെയ്യേണ്ടതെന്നുള്ള ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പൊതുവായിട്ട് നമ്മൾ ബ്ലഡ് എത്ര കപ്പ് വെക്കുന്നു എന്നുള്ളതല്ല കാര്യം, എത്ര ബ്ലഡ് നമ്മൾ ഒരു സമയത്ത് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ കാര്യം. നമുക്ക് ആരോഗ്യകരമായിട്ട് ഉള്ള ഒരു ശരീരത്തിൽ വന്ന 350 മില്ലി ബ്ലഡാണ് രക്തദാനത്തിൽ ഉൾപ്പെടെ നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നത് ശാസ്ത്രീയമായിട്ട്. എന്നാൽ ഫ്ലോബോട്ടമി ചെയ്യുമ്പോൾ 500 മില്ലി വരെ എടുക്കാറുണ്ട്. നമ്മൾ ആരോഗ്യകരമായ ശരീരത്തിൽ നിന്ന് സുഖകരമായ മില്ലി എടുക്കാൻ പറ്റുന്നത് 350 മില്ലി തന്നെയാണ്. പരിചയ സമ്പന്നം മാത്രം അതിൽ കൂടുതലൊക്കെ എടുത്താൽ മതി. ആണെങ്കിൽ 200-250 മില്ലിയാണ് ഒരു സമയത്ത് എടുക്കാൻ അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ മെൻസ്ട്രൽ ടൈമില്, പീരിയഡ്സ് ടൈമില് അവിടെ ഡ്രൈ ക്ലീനിങ് കൊടുക്കാം. പക്ഷെ ബ്ലഡ് എടുത്തുകൊണ്ടുള്ള ചികിത്സകൾ ആ സമയത്ത് ചെയ്യുന്നതല്ല, ഒരിക്കലും നല്ലതല്ല. പ്രകൃതിയും മനുഷ്യനെയും കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ചികിത്സാ രീതി. തീർച്ചയായിട്ടും അത് പ്രകൃതിയിലും മനുഷ്യരെ ഒരുപക്ഷെ പലർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത, ഞങ്ങളാണ് കേവന്മാരെന്നൊക്കെ അവകാശപ്പെടുന്നവർക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലയിൽ അഡ്വാൻസ്ഡ് ആണ് ഇതിന്റെ ഫിസിയോളജി ആയിരുന്നാലും അതിന്റെ പത്തോളജി ആയിരുന്നാലും, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ആൻഡ് യൂണിവേഴ്സൽ കണക്ഷൻസ് റിലേഷൻസ് ആയിരുന്നാലും. തിരുവനന്തപുരം കണിയാപുരം ബിസ്മില്ല ഇൻഫ്ലമേഷൻ ആൻഡ് ഓർത്തോ കെയറിൽ ബോൺ സെറ്റിംഗ്, മർമ്മ, പഞ്ചകർമ്മ ചികിത്സകൾക്കൊപ്പം വിദഗ്ധരായ ആയുർവേദ സിദ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ശാസ്ത്രീയമായി ഹിജാമ ചികിത്സ ചെയ്തു വരുന്നു. സ്ത്രീകൾക്ക് പരിചയസമ്പന്നരായ ലേഡി തെറാപ്പിസ്റ്റുകളുടെ സേവനം ഇവിടെ ലഭ്യമാണ്. രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെയാണ് നമ്മുടെ ചികിത്സാ സമയം. അതിരാവിലെ നമ്മൾ ചികിത്സ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ജോലിക്കാർക്കും ബിസിനസ് ടെക് പ്രൊഫഷണലുകൾക്കും വൈകുന്നേരങ്ങളിൽ ഹിജാമ ചെയ്യുന്നത് അവരുടെ ബിസിനസിനും ജോലിക്കും തടസ്സം കൂടാതെ ചികിത്സ എടുക്കാനും വിശ്രമത്തിനും സഹായകരമാണ്.